അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂൾ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30 തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. അതിന് തിരിച്ചടിയായി ഹെൽമന്ദ്, കാണ്ഡഹാർ, സാബൂൾ, പക്തിക, ഹോസ്റ്റർ, നങ്കർഹാർ, കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ ശക്തമായ ആക്രമണം നടത്തി. താലിബാന്റെ ആക്രമണത്തിൽ 15 പാക് സൈനികർ കൊല്ലപ്പെട്ടു. പാക് അഫ്ഗാൻ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം ആക്രമണങ്ങളും. ഈ ഓപ്പറേഷനിൽ 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ട കാര്യവും പാകിസ്ഥാന്റെ 3 സൈനിക ഔട്ട്പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായും ഹെൽമന്ദ് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൗലവി മുഹമ്മദ് ഹാസിം റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം ദിവസങ്ങൾ കഴിയുന്തോറും വഷളായി വരികയാണ്. അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ 1-ാം നമ്പർ ശത്രുവെന്നാണ് ആസിഫിന്റെ പ്രഖ്യാപനം. ദശലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ശതാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകി വഞ്ചിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാന് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന ഭയവും പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖോജ ആസിഫിന്റെ വീരവാദം.